ആര്യനിപ്പോൾ സ്കൂളിൽ എക്സാം തുടങ്ങിയതിന് ശേഷം ദിവസവും ക്ലാസ് ഇല്ല കേട്ടോ. അവനിങ്ങനെ ഇടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ വരുന്ന ഈ ഒരാഴ്ചയും കൂടി ഉള്ളൂ സ്കൂള്. അപ്പോൾ 28-ാം തീയതിക്ക് ശേഷം പിന്നെ അവന് സ്കൂളില്ല. ഇന്നിപ്പോൾ ഒരു സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. ഇങ്ങനെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. സിമോൾ ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കാലത്ത് നേരത്തെ എണീക്കും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയണവും ചോദിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ആര്യനെ ഞാൻ വിളിച്ചിട്ടില്ല. ആര്യൻ നല്ല ഉറക്കമാണ്. ആര്യ എണീറ്റിട്ടുണ്ട് വെച്ചെങ്കിൽ കുറച്ച് നേരം പിന്നെ ആര്യൻ്റെ കൂടെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനിന്ന് നൂൽപ്പിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇതിന് ഞങ്ങളിവിടെ നൂൽപ്പിട്ട് എന്നാണ് കേട്ടോ പറയണത്. ചില ഭാഗത്തൊക്കെ ഇടിയപ്പം, നൂലപ്പം അങ്ങനെ പലതും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇത് നൂൽപ്പിട്ടാണ്. എന്തപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്നൊന്നും അറിയില്ല. ഞാനിതിങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. എനിക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞാൻ വൈകിട്ട് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ എനിക്ക് രാവിലെ പിന്നെ ഇതിൻ്റെ മേലെ നിന്നിട്ട് സമയം കളയണ്ടല്ലോ. ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ അത് കുഴക്കിന് കറക്റ്റൊന്നും ആയിട്ടില്ല വെച്ചെങ്കിൽ പിന്നെ അത് വരുന്നതൊക്കെ നേരെ ആവില്ല. ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി അങ്ങനെ എന്തോ ചെയ്തപ്പോൾ അതിങ്ങനെ നൂല് വരുമ്പോൾ അതിങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് രാവിലെ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കണം. പിന്നെ ഈ സാധനത്തിലിട്ടിട്ട് എനിക്ക് പീച്ചാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എനിക്കിങ്ങനെ കൈയൊക്കെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുണിയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ് അതിങ്ങനെ പീച്ചണത്. നല്ല ശക്തി കൊടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ നൂൽപ്പെട്ടിന് വേണ്ടിയിട്ട് ഞാൻ മാവ് കുഴച്ചപ്പോൾ അത് കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് മാവ് ചെറിയ ടൈറ്റായ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നൂൽപ്പിട്ടൊക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും കുട്ടികൾക്കും മാത്രം മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് എനിക്ക് ഈ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതേ ഉണ്ടായുള്ളൂ കേട്ടോ. നൂൽപ്പെട്ടിന് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ കടല എടുത്തത് കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചല്ല, ഒരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ അത് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചത് കുറച്ച് വെള്ളം കൂടിപ്പോയി തോന്നുന്നു. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ നൂൽപ്പിട്ടൊക്കെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി അതൊന്ന് ആവി പോയതിന് ശേഷം അതെടുത്തിട്ട് മാറ്റണം. എനിക്ക് നൂൽപ്പിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇവിടെ ആര്യനും അത് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ കടലക്കറി ഉണ്ടാക്കണത്. പിന്നെ ഇപ്പോൾ സിയമോൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സിയമോൾ എങ്ങനെ കൊടുത്താലും കഴിക്കുന്നുണ്ട്. ആര്യന് കാലത്ത് തന്നെ കുറച്ച് മധുരമൊക്കെ കഴിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അവനങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെയാണ്. അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. കടലക്കറിയത്തെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഞാൻ അതിൻ്റെ പാകമൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല കടലക്കറി ഇപ്രാവശ്യത്തെ. എന്താണെന്നറിയില്ല, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി തോന്നുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എല്ലാതും റെഡിയാക്കി കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ അമ്മയും ഏട്ടനെയൊക്കെ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എപ്പോൾ ചിക്കൻ കറി വെക്കുകയാണെന്ന് വെച്ചെങ്കിലും ഇതേപോലെ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കത് പെട്ടെന്ന് വാടി കിട്ടും ചെയ്യും. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റുള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ. തക്കാളി ഇങ്ങനെ പേസ്റ്റാക്കി ഒഴിച്ചു കൊടുക്കണത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തറവാട്ടിലുള്ളപ്പോൾ രണ്ടാമത്തെ ചേച്ചി ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് ചിക്കൻ ബിരിയാണി വെക്കണ കാര്യം മറന്നു പോയിട്ട് ചിക്കൻ കറി വെക്കുന്ന രീതിയിൽ ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ചിക്കൻ്റെ ഇത് നോക്കുമ്പോഴാണ് അയ്യോ ഞാൻ കറി പോലെയാണല്ലോ വെച്ചുള്ളതെന്ന് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ എനിക്ക് നെയ്ച്ചോറ് ഞാനിപ്പോൾ അടുത്ത ദിവസം ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ അത് കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ചിക്കൻ കറിയിലത്തെ കറി പോലെ ഗ്രേവി ഉണ്ടല്ലോ അതിങ്ങനെ മാറ്റിയെടുത്തിട്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് ആ ചോറിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാനിങ്ങനെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? കാണുമ്പോൾ ഒരു മന്തി റൈസ് പോലെയൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇതാകെ എൻ്റെ കയ്യിൽ നിന്ന് പോയ സംഭവമാണ്. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ബിരിയാണി ഓർമ്മയില്ലാതെ ചിക്കൻ കറിയാണ് വെച്ച്. റൈസാണെങ്കിൽ വെള്ളത്തിലൊട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ആകെ
റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചിക്കൻ്റെ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയോ എനിക്ക് അളവ് തെറ്റി തോന്നുന്നു. അത് കാരണം തന്നെ റൈസ് ഇങ്ങനെ ശരിക്ക് വെന്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അടിയിൽ പിടിക്കുകയും ചെയ്ത്. അടിയിൽ പിടിക്കാൻ കാരണം ചൂട് കൂടിയിട്ടാണ്, അങ്ങനെ അടിയിൽ പിടിക്കുകയും ചെയ്ത്. അപ്പോൾ അതാ ഞാൻ വീണ്ടും അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടും അതിങ്ങനെ ഒരു കുഴഞ്ഞ രൂപത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇനി ഊറ്റിയെടുക്കാനാണ് കേട്ടോ പോണത്. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടോ റൈസ് ആകെ നാശമായി, ഇനി ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിച്ചെടുത്തപ്പോൾ അത് ശരിയായിട്ടോ. പിന്നെ എനിക്ക് ഉപ്പ് കുറവ് തോന്നിയിട്ട് ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഉപ്പ് കുറച്ച് ഒരു ലേശം പൊടിക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു ചോറിൽ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റത് മുതൽ കിച്ചണിൽ ഇങ്ങനെ ഓരോ പണികളായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ടയേർഡായ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ബിസ്ക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ എടുത്ത് തിന്ന് ഞാൻ പിന്നെ ആ ഷെൽഫിൻ്റെ മേലെ കയറി ഇരുന്നിട്ടാണ് കേട്ടോ ചോറ് ഊറ്റിയെടുക്കണത്. സിയമോളേനെ ഏതാ രാവിലെ തന്നെ അവിടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവളവിടെ തറവാട്ടിലാട്ടോ. അവൾ പിന്നെ ഉച്ചയ്ക്കാണ് വന്നിട്ടുള്ളത്. ചിക്കനൊക്കെ അത് നല്ലോണം വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്യാനൊന്നും നിൽക്കണില്ല. കാരണം റൈസ് ഞാൻ വിചാരിച്ച പോലെയല്ല വന്നിട്ടുള്ളത്, വേറെ ഒരു തരത്തിലല്ലേ. പിന്നെ അതിൽ ആ ഗ്രേവി ഒഴിച്ചപ്പോൾ റൈസിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് മിക്സ് ചെയ്യണ്ട, ഇങ്ങനെ രണ്ടും രണ്ടായിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മിക്സ് ചെയ്തില്ല കേട്ടോ. റൈസ് ഇത് അങ്ങനെയാണ്. ഇത് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. ആ ഗ്രേവി ഒഴിച്ച കാരണം എന്താണെന്നറിയില്ല. പിന്നെ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ.